ജനിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ്. എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിശുദ്ധ ഗ്രന്ഥം ഇന്ത്യൻ ഭരണഘടനയാണ്. അതിൽ ആർട്ടിക്കിൾ 51A പറയുന്നത് ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്വം സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളത്. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ അംബേദ്കർ ഉൾപ്പെടെ എഴുതി വെച്ച ഒന്നാണ്. ഒരു പൗരൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്ത് സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രാവബോധം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് ഉത്തരവാദിത്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഉച്ചക്കിറുക്ക് പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ കൊണ്ടുവന്നിരുത്തി ഈ സത്യം പറയുന്ന ആലോചിച്ച് നോക്കണം. നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥ ഇന്ന് അതിൻ്റെ ലോജിക്ക് അന്വേഷിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ സമൂഹത്തിലെ പിന്തിരിപ്പൻ ശക്തികൾ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ എനിക്ക് 24 ഉൾപ്പെടെ മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഏതെങ്കിലും ബുദ്ധിഭ്രമം പോലെ പറയുന്ന കാര്യങ്ങൾക്ക് സ്പേസ് കൊടുത്ത് ഈ നാട്ടിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള അവസരം കൊടുക്കുന്നതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. 2, സമാധി എന്ന് പറയുന്നത് നമുക്ക് ആദരവോടെ കാണാം. പക്ഷെ സമാധി ആണെന്ന് അറിയണമെങ്കിൽ, സമാധി എന്ന് പറയുന്നത് സന്യാസി ശ്രേഷ്ഠന്മാർ മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള സ്മാരകമോ അല്ലെങ്കിൽ അവരോട് ആദരവായിട്ട് പറയുന്നതാണ് സമാധി. ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള മുഴുവൻ സന്യാസി ശ്രേഷ്ഠന്മാരും ചികിത്സ തേടി അവസാനം ചികിത്സ ഫലിക്കാതെ വന്ന സാഹചര്യത്തിലാണ് അവർ മരണപ്പെടുന്നത്. അതൊക്കെ ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ബോധ്യം. നോക്കൂ, സ്വാമി ശാശ്വതികാനന്ദിക മരിച്ചു അല്ലേ? ഈ ആലുവയിലാണ്. എന്താ അദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞത്? ജലസമാധി അടഞ്ഞു എന്നാണ് പറഞ്ഞത്. ജലസമാധിയായിരുന്നു. ആ ജലസമാധി അടഞ്ഞു എന്ന് പറഞ്ഞ് ശാശ്വതികാനന്ദയെ പോസ്റ്റ്മോർട്ടം നടത്തിയില്ലേ? ആ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം സ്വാമി ശാശ്വതികാനന്ദ പറയുന്നത് സമാധി എന്നല്ലേ? അപ്പോൾ സന്യാസി ശ്രേഷ്ഠന്മാർ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർമാർ മരണം സർട്ടിഫൈ ചെയ്തതിനു ശേഷം അവരെ ആദരവോടുകൂടി സമാധി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഈ പറയുന്ന ഗോപൻ സ്വാമിയോ ഗോപൻ മണിയനോ ആരാണെങ്കിലും അദ്ദേഹം സമാധി അടഞ്ഞു എന്ന് പറയണമെങ്കിൽ ശ്വാസം മുട്ടിയല്ല മരിച്ചതെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണപ്പെട്ടതിന് ശേഷമാണ് സംസ്കരിച്ചത്. അത് ഇരുത്തിയോ കിടത്തിയോ എങ്ങനെയും ആയിക്കോട്ടെ അത് നടത്തിയത് എന്നുള്ളത് കൃത്യമായിട്ടൊരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ സർട്ടിഫൈ ചെയ്യണം. ഹാഷ്മി, ഞാനൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞങ്ങളോടെല്ലാം ദിവസവും ആൾക്കാർ വിളിക്കുന്ന കാര്യങ്ങൾ പലതിൽ എന്താണെന്നറിയോ? വീട്ടിൽ നിന്ന് സുഖമില്ലാത്ത ഒരാളെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രി എത്തുന്നതിന് മുമ്പ് അയാൾ മരണപ്പെടുന്നു. ആശുപത്രി എത്തുന്നതിന് മുമ്പ് ചികിത്സയിലിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ പോലും പോസ്റ്റ്മോർട്ടം വേണം എന്ന് ശഠിക്കുന്ന പോലീസ് ഉള്ളൊരു നാടാണ്. എനിക്കതിന് എതിർപ്പില്ല. കാരണം ഒരു മരണത്തെ അതിൻ്റെ എല്ലാ ആശങ്കകളും മാറ്റി വേണം. എനിക്കതിന് എതിർപ്പില്ല. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് ഈ പറഞ്ഞ പോലെ ഇരുന്നിട്ട് പൾസ് പോയി ഇത് പോയി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ സ്ലാബ് ഇട്ട് മൂടി കൊന്നത് എന്ന് പറയേണ്ടി വരും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവിടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സൃഷ്ടി സന്യാസ ഇതുകൊണ്ട് കഴിവുണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞപ്പോൾ ഒന്ന് പോ ചേട്ടാ എന്ന് പറഞ്ഞു എന്നാ പറയുന്നത്, മകനാ പറയുന്നത്. ഈ സന്യാസി വര്യൻ ഈ പറയുന്ന ചക്രമൊക്കെ വെച്ചിരുന്ന് സമാധിയെ ആകാൻ പറ്റിയ ആള് ഭാര്യയോട് ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഒന്ന് പോ ചേട്ടാ എന്ന് ഭാര്യ പറഞ്ഞു. അപ്പൊ സ്വന്തം ഭാര്യയ്ക്ക് പോലും വിശ്വാസമില്ലാത്ത ഭാര്യയല്ലേ ഇപ്പോ ഞാൻ സമാധിയാകുമ്പോ എങ്കിൽ ചേട്ടൻ പോയി ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കൂ എന്നൊരു ഭാര്യയ്ക്ക് പറയാൻ പറ്റുമോ രാജപി നായർ? അല്ലല്ല, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം സന്യാസിയല്ലേ? മഹാത്മാഗാന്ധി താൻ മരണപ്പെടുന്നു എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. തന്റെ കാലം കഴിയുന്നു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഏതെങ്കിലും ഗാന്ധിയുടെ ശിഷ്യന്മാർ പറഞ്ഞോ പോ ചേട്ടാ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. മനു ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയല്ലോ. അതൊക്കെയാണ് സന്യാസി വര്യമായിട്ടുള്ള ജീവിതം നയിച്ചവരെ സംബന്ധിച്ചിടത്തോളം. ഇതിനകത്ത് കുറേയേറെ സംശയങ്ങളുണ്ട്. ഈ ആള് അവിടെ പോയി ഇരുന്ന് മരിച്ചു എന്നും അല്ലെങ്കിൽ ഇദ്ദേഹം സമാധി അടഞ്ഞു എന്ന് പറയുന്നത് കണ്ടിരിക്കുന്നവരാരുമില്ല. ഈ നാട്ടിലെ നിയമമുണ്ട്. എൻ്റെ പ്രശ്നം ഈ പറയുന്ന കുടുംബത്തൊന്നുമല്ല. എൻ്റെ പ്രശ്നം സ്റ്റേറ്റിനോടാണ്. ഒരു മരണം നടന്നിട്ട് ആ മരണം ഇത്രമാത്രം വലിയ ദുരൂഹത നിലനിൽക്കുന്ന ഒരു മരണം നിന്നിട്ട് ആ മരണം വർഗീയമായ ചേരിതിരിവിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന സാഹചര്യം സ്റ്റേറ്റ് സൃഷ്ടിക്കുകയാണ്. അവിടെ ഇന്നലെ ഉണ്ടായിരുന്ന പ്രതിഷേധ ആൾക്കാരെ ബലം പ്രയോഗിച്ചാണെങ്കിലും മാറ്റി ആ കല്ലറ പൊളിച്ച് അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ആ ശരീരം എടുത്തുകൊണ്ട് പോകണമായിരുന്നു. അതായിരുന്നു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം. ഒരു നോട്ടീസിന്റെ ആവശ്യമില്ല. എന്ത് നോട്ടീസ്? ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊലപാതകമാണെന്ന് സംശയം ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി നോട്ടീസ് മേടിച്ചിട്ടാണ് വരുന്നത്? ഒരിക്കലുമില്ല. ഇത് വിശ്വാസത്തോട് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു ക്രൈം മറയ്ക്കാനുള്ള അവിടെ അടവാണോ എന്ന് സംശയിക്കേണ്ടി വരില്ലേ? മക്കളും ഇതൊക്കെ വന്നിരുന്നുകൊണ്ട് നല്ല കൃത്യമായിട്ട് പറയുകയാണ്. ഇതൊരു ക്രൈം മറയ്ക്കാനുള്ള സംശയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ സംശയമുണ്ട്. നേരത്തെ മകൻ ചോദിച്ചാലോ ആർക്കാ സംശയം? ഞങ്ങൾക്കുണ്ട് സംശയം. ഈ നാട്ടിലെ നിയമം വെച്ച് ഒരു മരണത്തിൽ ഒരാൾക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരും. അതിൽ ദുരൂഹമായ മരണമാണെങ്കിൽ പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യണം.
ആ പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ മരണകാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് ചെയ്യാൻ ബാധ്യതയുള്ള സ്റ്റേറ്റ് കയ്യും കെട്ടി നോക്കി നിന്നു. അവിടെ നിന്ന് അത് വർഗീയമായി ചേരും. ഇപ്പൊ RV ബാബുനൊക്കെ ഇവിടെ നിന്ന് SDPIക്കാരാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികളെന്നൊക്കെ പറയാൻ ഉള്ള അവസരം കൊടുക്കുന്നുണ്ടല്ലോ. ആ അവസരം കൊടുത്തതിൽ 1-ാം നമ്പർ കുറ്റക്കാരൻ ഈ ഗവൺമെന്റ് ആണ്. പിണറായി വിജയൻ ഇരട്ടച്ചങ്ങാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് വീട്ടിൽ കൊണ്ട് വെച്ചേക്കണം. ഈ പറയുന്ന നാട്ടിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള മരുന്നിടാൻ പിണറായി വിജയൻ കൂട്ടുനിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം പള്ളി തർക്കത്തിന്റെ പേരിൽ വൈദികരെ ആ ഇതിനകത്ത് കയറി വലിച്ചഴിച്ചു കൊണ്ടുപോയല്ലോ. അപ്പൊ കണ്ടില്ലേ ഈ സംയമനമൊന്നും? ഇതൊരു കൊലപാതകം തെളിയിക്കേണ്ടതല്ലേ? ഈ നാട്ടിൽ വർഗീയ ശക്തികൾ ഉപയോഗിക്കും. എന്താണ് ഇത് പറയണ്ട? ഇപ്പോഴും ആ മകനെടുത്ത് പറയുന്നതാണ് ഹിന്ദുധർമ്മം. ഏത് ഹിന്ദുധർമ്മത്തിന്റെ പ്രശ്നം ആണ് ഇതിനകത്ത്? ഇതൊരു ഹിന്ദുധർമ്മത്തിന്റെ പ്രശ്നമല്ല, ഇത് നിയമത്തിന്റെ പ്രശ്നമാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രശ്നമാണ്. ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കേണ്ടതിന്റെ പ്രശ്നമാണ്. ഈ രാജ്യത്ത് പോലീസ് നീതി നടപ്പാക്കുക എന്നത് ഉറപ്പിക്കേണ്ട വിഷയമാണ്. നാളെ സമാധികളുടെ എണ്ണം ഇവിടെ കൂടുമെന്നുള്ളതാണ്. ഓക്കെ, ഞാൻ സിദിനു ഇന്ന് വന്ന്